ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവരെന്തിനാ കഴിക്കാതിരിക്കുന്നെ? ദേഷ്യം മുഴുവനും ആ ചേച്ചിയുടെ ദേഹത്ത് തീർത്തതല്ലേ? പാവം, അത്രയ്ക്ക് തല്ലണ്ടായിരുന്നു. നിവർത്തിയുടെ കൊണ്ട് കള്ളം പറഞ്ഞതാവും. കള്ളത്തരം കാണിച്ചിട്ട് നിവൃത്തിയിടുന്നോ? അടിക്കുമല്ല, കൊല്ലുക വേണ്ടെന്നാ ഇപ്പൊ അമ്മ പറഞ്ഞിട്ട് പോയത്. അമ്മേ, ഞാൻ ഐശ്വര്യയെ വല്ലാതെ സ്നേഹിച്ചു പോയി. പെട്ടെന്ന് മറക്കാൻ പറഞ്ഞ ഞാൻ എന്ത് ചെയ്യാനാ? നീ പെട്ടെന്ന് മറക്കണ്ട. മരിക്കും വരെ ഓർമ്മിച്ചുകൊണ്ട് നടന്നു. നീ അവളുടെ ഓർമ്മകളിൽ ജീവിക്കുമ്പോ ആദ്യം നിനക്ക് ഓർമ്മ വരേണ്ടത് അവള് നിന്നെ ചതിച്ചതാവണം, പറഞ്ഞു പറ്റിച്ചതാവണം. അതിങ്ങനെ നീറി നീറി കിടക്കണം നിന്റെ ഉള്ളില്. ആ വാശിയില് നീ ജീവിക്ക. പ്രേമം തോൽക്കുന്നിടത്ത് വാശി ജയിക്കും. ജയിക്കണം. പോയി ആലോചിച്ച് തീരുമാനിക്ക്. അമ്മ വേണോ അതോ ഭൂലോക തരികിടയായ കാമുകി വേണോന്ന്. പിന്നെ ചേട്ടന്റെ വക്കാലത്ത് പറയാൻ വരുന്ന അനിയന് ഇതുപോലൊരു സാഹചര്യമുണ്ടായ വെട്ടി നുറുക്കും ഞാൻ. ഒരു തരത്തിലുള്ള കോംപ്രമൈസും അർജുന്റെ കാര്യത്തിൽ ഇല്ല. ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ നീ അനസൂയയുടെ കഴുത്തിൽ താലി കെട്ടും. അല്ലെങ്കിൽ നീ എന്നെ കൊല്ലേണ്ടി വരും. ആഹാ, എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞ് മോള് നേരത്തെ വന്നോ? എന്താടി ഒരു സന്തോഷമില്ലാത്തത്? നിന്റെ ഏറ്റവും വലിയ ആഗ്രഹം സാധിച്ച ദിവസമല്ലേ ഇന്ന്? പിന്നെ എന്തു പറ്റി? മൂഡ് ശരിയല്ലെന്ന് തോന്നുന്നു. അപ്പോ നമുക്ക് പിന്നീട് സംസാരിക്കാം, അതാ നല്ലത്. നീ ഒന്ന് നിന്നെ. വിവാഹ നിശ്ചയം നടന്നില്ല. അത് മുടങ്ങി. അതിന്റെ കാരണമൊക്കെ ഞാൻ പിന്നീട് പറയാം. നീ എനിക്കൊരു സഹായം ചെയ്യണം. സഹായോ? എന്ത് സഹായം? അതൊക്കെ ഞാൻ പറയാം. സഹായമാണെങ്കിലും ഒന്നും വെറുതെ വേണ്ട. നിനക്കും കൂടി ഗുണമുള്ളൊരു സഹായമാ. നിശ്ചയം മുടങ്ങി, രമാദേവി എതിരാവുകയും ചെയ്തു. അവരങ്ങനെ എതിര് നിൽക്കുമ്പോ അർജുൻ സാർ ആരുടെ പക്ഷത്താ നിക്കാന്ന് പറയാൻ പറ്റില്ല. മറക്കാൻ പറ്റില്ലെന്ന് ഇപ്പോഴും പറയുന്നുണ്ടെങ്കിലും ആ വാക്കിന് പഴയ ബലം ഇപ്പൊ ഇല്ല. അപ്പൊ ഇനി ചെറിയ കളികളിലൊന്നും കാര്യം നിൽക്കില്ല. അതെന്താ പ്ലാൻ ബി? പ്ലാൻ എ 8 നിലയിൽ പൊട്ടിയ അവസ്ഥയ്ക്ക് അടുത്തത് പ്ലാൻ ബിയാ. അല്പം നാറിയ പരിപാടിയാ, എങ്കിലും സാരമില്ല, വർക്കൗട്ട് ആവും. ഇപ്പ വീട്ടിലെ എല്ലാവരും
അർജുൻ സാറിനെ ഞങ്ങളുടെ ഈ ബന്ധത്തിൽ നിന്നും പിന്മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. വേറെ ആരുടെ വാക്ക് കേട്ടില്ലെങ്കിലും അമ്മയുടെ കണ്ണീരിന് വിലയുണ്ടാവും. ദേഷ്യവും വാശിയും ഒക്കെ കണ്ണീരായി മാറുമ്പോ അർജുൻ സാറിന്റെ മനസ്സിൽ ഇളക്കം തട്ടുമെന്നുള്ള കാര്യം ഉറപ്പ്. കാമുകിയുടെ സ്നേഹത്തിനാണോ അമ്മയുടെ വാത്സല്യത്തിനാണോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ അമ്മയുടെ വാത്സല്യത്തിനെ അർജുൻ സാർ മുൻതൂക്കം കൊടുക്കൂ. അങ്ങനെ എന്നെ ഉപേക്ഷിക്കാനുള്ള തീരുമാനം എടുക്കുന്നതിന് മുൻപ് എനിക്ക് ചിലത് ചെയ്യാനുണ്ട്. രമ എന്ന അമ്മയുടെ സ്നേഹത്തിനും വാത്സല്യത്തിനും കണ്ണീരിനും അപ്പുറമാണ് ഈ ഐശ്വര്യലക്ഷ്മി എന്ന കാമുകിയുടെ സ്നേഹമെന്ന് അവന് ഞാൻ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇന്ന് ആരും ഭക്ഷണമൊന്നും കഴിക്കുന്നില്ലേ? ചന്ദ്രാമയും വേണ്ടെന്ന് പറയുന്നു. അമ്മ കഴിക്കാത്തോണ്ട് ആരും ഒന്നും കഴിക്കുന്നില്ല. അവരെന്തിനാ കഴിക്കാതിരിക്കുന്നെ? ദേഷ്യം മുഴുവനും ആ ചേച്ചിയുടെ ദേഹത്ത് തീർത്തതല്ലേ? പാവം, അത്രയ്ക്ക് തല്ലണ്ടായിരുന്നു. നിവർത്തിയുടെ കൊണ്ട് കള്ളം പറഞ്ഞതാവും. കള്ളത്തരം കാണിച്ചിട്ട് നിവൃത്തിയിടുന്നോ? അടിക്കുമല്ല, കൊല്ലുക വേണ്ടെന്നാ ഇപ്പൊ അമ്മ പറഞ്ഞിട്ട് പോയത്. രണ്ടുപേര് പരസ്പരം സ്നേഹിക്കുമ്പോ എല്ലാം തുറന്നു പറയണം. അനാഥയാണെങ്കിൽ എന്താ കുഴപ്പം? അതവർക്ക് തുറന്നു പറഞ്ഞിട്ടായിരുന്നോ? എന്നിട്ട് വാടകയ്ക്ക് അച്ഛനെ അമ്മ എടുത്തോണ്ട് വന്നിരിക്കുന്നു. അമ്മ പറഞ്ഞ പെരും കള്ളി അവര്. അല്ല, താൻ എന്തിനാ അവരുടെ സൈഡ് പറയുന്നത്? തന്റെ സ്വന്തം ചേച്ചിയൊന്നല്ലോ. അതോ അനസൂയെ തനിക്ക് ഇഷ്ടമില്ലാത്തോണ്ട് അവളുടെ സൈഡ് പറയുന്നതാണോ? എന്തായാലും അമ്മ പറയുന്നത് തന്നെയാ ശരി. ചതിക്ക് മാപ്പ് കൊടുക്കണ്ട. അതാരായാലും എല്ലാരെയും പറഞ്ഞു കുറെ പറ്റിച്ചല്ലേ, അനുഭവിക്കട്ടെ. ഈ കോൾ എന്തിനാണെന്ന് എനിക്കറിയാം.